അമ്മേ അമ്മേ ആ സമയത്ത് അജു വർഗീസ് വരെ. ഹായ് ഫ്രണ്ട്സ്, അഭിനേതാക്കൾ അങ്ങനെയാണ്. ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച് പിന്നീട് വെള്ളിത്തിരയിൽ നിന്ന് അപ്രത്യക്ഷരാകും. കുടുംബജീവിതം, വിദ്യാഭ്യാസം, ജോലി, ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറക്കുമ്പോൾ സിനിമയോട് അവർ നിശബ്ദമായി ബൈ പറയാറുണ്ട്. എന്നാൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അവ ഒരിക്കലും മാഞ്ഞു പോകില്ല. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരാളാണ് ദീപ നായർ. 2000 പുറത്തിറങ്ങിയ പ്രിയം എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായി എത്തിയപ്പോൾ ആനി എന്ന കഥാപാത്രമായി പ്രേക്ഷകർക്ക് മുന്നിൽ വന്നത് ദീപയായിരുന്നു. അജു വിളിക്കുമായിരുന്നു. ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിരിക്കണം. അപ്പൊ ആ സമയത്ത് അജു ചെറുതാണ്. സിനിമയ്ക്ക് ശേഷം ദീപയെ വെള്ളിത്തിരയിൽ കാണാനായില്ല. പക്ഷേ പ്രേക്ഷകർ അവരെ മറന്നില്ല. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ദീപ. ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനെത്തിയ താരത്തിന്റെ ചിത്രങ്ങൾ വീണ്ടും ഒരു നൊസ്റ്റാൾജിയയുടെ തിരമാല ഉയർത്തി. അതോടൊപ്പം ഒരു തുറന്നു പറച്ചിലും. പ്രിയം സിനിമയ്ക്ക് ശേഷം തനിക്ക് ഇഷ്ടം പോലെ ലവ് ലെറ്ററുകൾ ലഭിച്ചിരുന്നുവെന്ന് ദീപ പറയുന്നു. ഇഷ്ടം പോലെ കിട്ടിയിരുന്നു, അജു വർഗീസ് വരെ അയച്ചിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് ഓർക്കുന്നു താരം. അജു വിളിക്കുമായിരുന്നു, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് അജു ചെറുപ്പമാണ്. ഇപ്പോൾ പോലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആരൊക്കെയോ മെസ്സേജ് അയക്കാറുണ്ടോ, അവർക്കെല്ലാം മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു സിനിമ മാത്രം, പക്ഷേ ഇത്രയും ആളുകൾ ഇന്നും ഓർക്കുന്നു. ഇത് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷങ്ങളാണെന്ന് ദീപ പറയുന്നു. സനൽ സംവിധാനം ചെയ്ത പ്രിയം എന്ന ചിത്രം ഒരു ഹിന്ദി ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത സിനിമയാണ് പ്രിയം. അതിലെ ആനി എന്ന കഥാപാത്രത്തിലൂടെ നിഷ്കളങ്കമായ ഒരു സാന്നിധ്യമായി ദീപ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു. ഇപ്പോൾ 23 വർഷമായി മെൽബണിൽ കുടുംബത്തോടൊപ്പം കഴിയുകയാണ് നായർ. 2 കുട്ടികളുടെ അമ്മ, സന്തുഷ്ട കുടുംബജീവിതം. വെള്ളിത്തിരയിൽ നിന്ന് അകലെയായാലും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല അവൾ. ചില കഥാപാത്രങ്ങൾ, ചില മുഖങ്ങൾ സിനിമകളുടെ എണ്ണം കൊണ്ടല്ല, മനസ്സിൽ പതിഞ്ഞ ഓർമ്മകളാൽ ആണ് ജീവിക്കുന്നത്. ദീപ നായർ അവയിൽ ഒന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിനിമയെ കുറിച്ച്, സിനിമയിലെ ആ കഥാപാത്രത്തെ കുറിച്ച്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.